സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന വാർത്ത മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ KSRTC ബസ് ഇടുക്കിയിൽ പുല്ലുപാറയിൽ താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നു. അത്യാഹിതമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത. രക്ഷാപ്രവർത്തനം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇത്രയുമാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് തഞ്ചാവൂരിലേക്ക് പുറപ്പെട്ട സംഘമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. 34 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. കുട്ടികളടക്കം ബസ്സിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇടുക്കി പുല്ലുപാറയിലെ വളവിലെത്തുന്ന സമയത്ത് ബസ്സിന് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞത്. അവർ ബ്രേക്ക് നഷ്ടപ്പെട്ടു, വാഹനം പോസ്റ്റിലിടിച്ച് താഴേക്ക് മറിയുകയായിരുന്നു. പക്ഷേ മറ്റു മരങ്ങളിലും പോസ്റ്റിലും തങ്ങി നിൽക്കുന്നതുകൊണ്ട് വലിയ അത്യാഹിതം ഒഴിവായി. ഇത്രയും കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചു. സന്ദീപ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെ കാര്യമായ ഇല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നു. അത്രയധികം ആശ്വാസകരമാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 34 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് അത്ര കണ്ട് ഗുരുതരമല്ല എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ വലിയ പൊക്കയായ പ്രദേശത്തായിരുന്നു എങ്കിൽ ഈ വാഹനം അപകടത്തിൽ പെട്ടത് എങ്കിൽ പോലും ഒരു 30 അടി താഴ്ചയിൽ മാത്രമാണ് ബസ് മറിഞ്ഞിട്ടുള്ളത്. അതിന് താഴ്ചയ്ക്ക് പോകാതെ അവിടെ നിന്നതുകൊണ്ടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്, വലിയ ഒരു അപകടത്തിലേക്ക് നയിക്കാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് സമീപത്തുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റ് അടക്കം ഇടിച്ച് താഴേക്ക് മറിയുകയായിരുന്നു. അവിടെ നിന്നും ചെറിയ പാറക്കെട്ട് പോലത്തെ പ്രദേശമാണ്. അവിടെ നിന്ന് തങ്ങി നിൽക്കുന്ന സിൽവസ്റ്ററുമായി നമ്മൾ ബന്ധപ്പെട്ടു. ഇപ്പോൾ ബസ്സിൽ ഉണ്ടായിരുന്ന മിക്കവാറും കണ്ട എല്ലാ യാത്രക്കാരെയും പുറത്തെത്തിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ബസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എന്നാണ് പെരുവന്താനം SHO ഇപ്പോൾ സിൽവസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് പറഞ്ഞതുപോലെ നിലവിൽ കണ്ട മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. യാത്രക്കാരുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാവുന്നതാണ്. ആ വാഹനത്തിൽ യാത്ര ചെയ്ത് ഇന്ന് 3 മണിക്ക് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പുറപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ട ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ഒരു യാത്രക്കാരിയുടെ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ കുറേ പേരോട് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. തഞ്ചാവൂരിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു എന്നാണല്ലോ പറയുന്നത് യാത്രക്കാർ. അങ്ങനെയാണെങ്കിൽ തഞ്ചാവൂരിൽ നിന്നാണോ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവുക സന്ദീപ്? ഇവർ ആലപ്പുഴയിൽ നിന്ന് വിനോദയാത്ര പോയതിനു ശേഷം തഞ്ചാവൂരിൽ നിന്ന് ഈ മടങ്ങുന്നതിന് വഴിയിലാണ് അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പുലർച്ചയോടുകൂടി ആലപ്പുഴയിലേക്ക് തിരികെ മടങ്ങുന്ന വഴിക്കാണ് പുറഞ്ഞുപുഴിക്ക് സമീപം, ഈ പുല്ലുപാറ പുറഞ്ഞുപുഴിക്ക് സമീപം വെച്ച് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചെറിയ വളവായിട്ടുള്ള പ്രദേശമാണ്. അവിടെയാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. ഈ വൈദ്യുത പോസ്റ്റും ഒപ്പം തന്നെ ചെറിയ പാറക്കെട്ടുകളും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ബസ് അവിടെ തങ്ങി നിൽക്കുകയും താഴേക്ക് പതിക്കാതെ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് ഡോക്ടർ അരുൺകുമാർ നമുക്ക് ലഭിക്കുന്നത്. ഈ പരിക്കേറ്റവരെ 2 ആശുപത്രികളിലേക്കായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2ഇടത്തേക്കും എത്താൻ അല്പം ദൂരമുള്ളത് കൊണ്ട് തന്നെ പീരുമേട്ടിലേക്കായെങ്കിലും താഴത്തേക്കായാലും എത്തിക്കുന്നതിന് അല്പം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ആശുപത്രികളിലേക്ക് എത്തും എന്നുള്ളതാണ്. 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പരിക്ക് എത്രത്തോളം എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം കൂടി നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായിരുന്നാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് പറഞ്ഞോളൂ, ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള. സന്ദീപ്, എന്തായാലും മറ്റു ദൃശ്യങ്ങൾ കൂടി പകർത്തുക, എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് പ്രേക്ഷകരെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയ്ക്ക് മടങ്ങുകയായിരുന്ന യാത്രാസംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എന്ത് ചെയ്യാനാണല്ലേ, ഒരുപാട് സുഖകരമായ സന്തോഷകരമായ ഒരു യാത്രയൊക്കെ അവസാനം ഇങ്ങനെ അപകടത്തിൽ എത്തുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ്. പക്ഷേ എങ്കിലും ആശ്വസിക്കാവുന്നൊരു കാര്യം, ആ അപകടത്തിൽ ഒരാൾക്കും ഒന്നും ഗുരുതരമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏറെ ആശ്വാസകരമാണ്. പലപ്പോഴും ആ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുന്നത് അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. ഈ ആശ്വാസകരമായ വാർത്ത, അത്യാഹിതമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ അപകടം വല്ലാതെ ഭീതിപ്പെടുത്തുന്ന അപകടമായിപ്പോയി. താഴെ കൊക്കയിലേക്ക് വീണിരുന്നെങ്കിൽ ഒരാളുടെ പൊടി പോലും കിട്ടില്ല. 34 പേരുണ്ട്, അതിൽ കുഞ്ഞുങ്ങളടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നതും. തഞ്ചാവൂരിൽ നിന്ന് തിരിച്ച് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്.